നമസ്കാരം. എൻ്റെ പേര് ക്ലിൻറ്റോ ജോസഫ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലബാറിൻ്റെ മോസസ് എന്നറിയപ്പെടുന്ന ആലക്കോട് പരിസരത്താണ്. ആലക്കോട് നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ പരിസരത്തുള്ള ഒറ്റത്തൈ എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഉള്ളത്. അപ്പം നമ്മളിന്നൊരു വിശിഷ്ടമായിട്ടൊരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഓർമ്മപ്പൂക്കൾ വിരിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകത്തിൻ്റെ രചയിതാവ് ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വർഗീസ് TJ എന്നാണ്. ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു പാപ്പൻ ആലക്കോട് ഏരിയയിലെ ഒരു അറിയപ്പെടുന്ന കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതൊരു ഇൻ്റർവ്യൂ ഒന്നുമല്ല, ഞങ്ങളുടെ കുറച്ച് സംസാരങ്ങൾ, അറിയാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ. എനിക്ക് കവിത അത്യാവശ്യം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏർപ്പാടാണ്. അപ്പോൾ അത് നമുക്കൊന്നുകൂടെ എൻജോയ് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഉള്ളൊരു ഉദ്യമം എന്ന നിലയ്ക്കാണ് ഇതിലോട്ട് കിടക്കുന്നത്. അപ്പം ഞാൻ മിസ്റ്റർ വർഗീസ് TJ, എൻ്റെ പാപ്പനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം. പാപ്പ, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കവിത ഏരിയയിലോട്ട് കടന്നു വരേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇങ്ങനെ നമ്മൾ ഒരു എഴുത്ത് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് നമുക്ക് അതിലൊരു വാസന വേണം, ഒരു കഴിവ് വേണം, ജന്മനാ ഉള്ളൊരു കഴിവുണ്ടാവും, പിന്നെ വായിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാവും. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലോട്ട് കടന്നുണ്ടാകേണ്ട ഒരു സാഹചര്യം? വായന എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ധാരാളം വായിക്കുമായിരുന്നു. മലയാളം സബ്ജക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. ക്ലാസ്സിലൊക്കെ അതിനൊക്കെ നല്ല മാർക്ക് കിട്ടുമായിരുന്നു എനിക്ക് മലയാളത്തിന്. സ്കൂൾ കാലത്തൊക്കെ അത്യാവശ്യം സ്കൂൾ കാലത്ത് ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. പിന്നീട് അന്ന് എഴുതുകയും ചെയ്യുമായിരുന്നു. നോവലുകള്, ചെറുകഥകള്, ഇതൊക്കെ എഴുതുമായിരുന്നു. കവിത അന്നൊന്നും എഴുതാറില്ല. കവിതയോട് അന്നും വലിയ താല്പര്യമില്ല. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങളോളം നമ്മൾ ഇതുമായിട്ട് വിട്ടുനിന്നു. എൻ്റെ ജോലി തിരക്കും സാഹചര്യങ്ങളും കൊണ്ട് വായനയും അതുപോലെ എഴുത്തും ഒന്നും സാധിക്കാതെ വായന പിന്നെ പേപ്പർ അതുപോലെയൊക്കെ ഉള്ളത് വായിക്കുന്നല്ലാതെ പുസ്തകങ്ങളൊന്നും വായിക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ അതിൻ്റെ സമയക്കുറവും പ്രത്യേക സാഹചര്യങ്ങളായതുകൊണ്ട് സാധിക്കില്ല. ഇപ്പം ഞാൻ വിശ്രമ ജീവിതമൊക്കെ ആയപ്പം പിന്നീട് ഈ രംഗത്തോട്ട് അങ്ങ് മാറി എൻ്റെ സമയം പോകാൻ വേണ്ടി ആദ്യം കുറേ കവിതകളൊക്കെ എഴുതിയപ്പോൾ പലരും പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. നല്ല കവിതകളാണല്ലോ, ഇത് പ്രതീക്ഷയിലൊക്കെ മെച്ചമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പ്രോത്സാഹിപ്പിക്കാൻ. അങ്ങനെ ഞാൻ എഴുതി ഇപ്പം സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കുറേ ഗ്രൂപ്പുകളിൽ എഴുതുന്നുണ്ട്. സംസ്കൃതി, നവപ്രതിഭ, കണ്ടലെഴുത്തിടം, ഇങ്ങനെയൊക്കെ കുറേ ഗ്രൂപ്പുകൾ എഴുതുന്നുണ്ട്. അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ എഴുതുന്നുണ്ട്. ഈ കണ്ടലെഴുത്തിടത്തിലോട്ട് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? സാധാരണ ഒരു ഗ്രൂപ്പിൽ ചേർന്ന ആൾക്കാരൊന്നും മാത്രമേ ഉള്ളൂ. കണ്ടലെഴുത്തിടത്തിന് മുമ്പ് സംസ്കൃതിയിലായിരുന്നു. അവിടെ എറണാകുളത്ത് വാർഷികത്തിലും പരിപാടികളൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ പുസ്തകത്തിൽ എൻ്റെ കവിതയുണ്ട്. അവരെനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്. അങ്ങനെ പല ഗ്രൂപ്പുകളിൽ മാറി വന്ന് ഇങ്ങനെ കണ്ടലിൽ വന്നതാണ്. നമ്മളിപ്പോ ഈ പുരസ്കാരത്തിന്റെ കേസുകൾ ഒരുപാട് കണ്ടല്ലോ. ഒരുപാട് ഏരിയകളിൽ നിന്ന് ആദരിക്കലും അല്ലെങ്കിൽ വിശിഷ്ടാതിഥിയായിട്ട് നമ്മളെ വിളിക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ നമ്മള് ഈ ഒരു ഉദ്യമത്തിലോട്ട് കടന്നത് കുറച്ച് വൈകിപ്പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? വൈകിയൊന്നും തോന്നുന്നില്ല. കാരണം ഇതിപ്പോ എൻ്റെ ഒരു സമയം പോക്ക് എന്നല്ലാണ്ട് അതിനപ്പുറം ഞാനൊന്നും ആസ്വദിക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാനങ്ങനെ അതിൽ തന്നെ അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് താമസിച്ചു പോയെന്നുള്ളൊരു വിചാരമൊന്നുമില്ല. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടാവല്ലോ നമ്മുടെ ഈ ഒരു ഒറ്റത്തെ പരിസരത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അവരൊക്കെ ഇതിനെ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കലുണ്ടോ? അങ്ങനെ അവരെല്ലാം നമ്മളെ ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആലക്കോട് ആണെങ്കിൽ ഒരു SLC ബാച്ചിൻ്റെ ഇതിൽ എന്നെ വിളിച്ച് ഗസ്റ്റായിട്ട് വിളിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പലയിടത്തും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മൊമെന്റുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാലേ, മുന്നേക്കെ ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, കവിത എഴുതുന്ന അല്ലെ കവികൾ എന്ന് പറയുന്ന നമ്മുടെ വലിയ വലിയ കവികളൊക്കെ പരമാവധി അലങ്കാരങ്ങൾ, ഉപമകൾ, വൃത്തങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത്. ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിനോടാണ് കുറച്ച് കൂടുതൽ താല്പര്യം തോന്നുന്നത്? പഴയ വൃത്താലങ്കാരങ്ങളൊക്കെ ഉള്ള കവിതകളാണ് സ്റ്റാൻഡേർഡ് ഉള്ളത്. അത് തന്നെയാണ് നല്ലത്. എഴുതാൻ പറ്റുമെങ്കിൽ കുറേയൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എഴുതാൻ. ഞാൻ അന്നൊക്കെ പഠിച്ച ഒരു 50-55 വർഷം മുമ്പ് പഠിച്ച പല കവിതകളുടെ വൃത്തങ്ങളും അലങ്കാരങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ പലതും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഞാനും
ചില കവിതകളൊക്കെ എഴുതാറുണ്ട്. എഴുതാറുണ്ട്. എല്ലാം അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് അതാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പ്രാസം ഇതൊക്കെ നോക്കി എഴുതുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഇപ്പോൾ പുതിയ കവിതകളൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം മുന്നത്തെ പോലെ ആൾക്കാർ ഇപ്പോൾ ഒരു കവിത വായിച്ച കുറച്ച് കട്ടിയുള്ള പദങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ അർത്ഥം തപ്പിയെടുത്ത് നോക്കി കാണുന്ന ഒരു കാഴ്ചപ്പാട് കുറവാണല്ലോ. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ നമ്മൾ ഒറ്റ വായനയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിക്ക്. ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ നോവല് എന്നൊക്കെ മാറിയതിന്റെ കാരണം, ഒരു പുസ്തകം കംപ്ലീറ്റ് വായിക്കാൻ ആർക്കും ക്ഷമയില്ല. ഒരു 10-250 പേജുള്ള ഒരു പുസ്തകമാണെങ്കിൽ അതൊന്നും ഞാൻ കണ്ടിട്ടുണ്ട്. പലരും വായിക്കുന്ന ആദ്യം ഒന്ന് നോക്കും, ഇടയ്ക്കൊന്നൊന്ന് മറിച്ച് നോക്കും, ലാസ്റ്റ് ഒന്ന് നോക്കും, അങ്ങോട്ട് വെച്ചു. അത് ആസ്വദിക്കുന്നില്ല അവർ. യഥാർത്ഥത്തിൽ എന്താ ഇതിനകത്തെ കഥയെന്ന് മനസ്സിലാക്കുന്നത് മാത്രമേ. അതേസമയം ഈ കവിത എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 20 വരി അല്ലെങ്കിൽ ഒരു 30 വരി താഴെയുള്ള കവിതകളാണ് ഞാൻ സാധാരണ എഴുതാറ്. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ വായനക്കാരന് ബുദ്ധിമുട്ടാവും. പിന്നെ അത് വായിക്കാൻ ആരും നിൽക്കുകയില്ല. പിന്നെ ഈ മലയാള ഭാഷ പഠിക്കുന്നവരോ അതുപോലുള്ള വിദ്യാർത്ഥികളോ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ അതിന് മെനക്കെടും. അവർക്ക് അതിന് ആവശ്യമുണ്ടല്ലോ. സാധാരണക്കാരന് അതിൻ്റെ ആവശ്യമില്ല. അവൻ അല്പം സമയത്ത് ഒരു നേരം പോക്കുന്ന മാത്രമല്ലാണ്ട് വേറെ ഇതിനകത്ത്. അതുകൊണ്ട് കഴിവതും ലളിതമായ ഭാഷയിൽ ഏറ്റവും കുറഞ്ഞ ലൈനുകളിൽ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ കഴിവിനനുസരിച്ച് എഴുതുന്നു. അത് ചിലതെല്ലാം വിജയിക്കും, ചിലതെല്ലാം വിജയിക്കണമെന്നില്ല. അതുപോലെ നമ്മുടെ ഒരു വലിയൊരു പ്രാസമുണ്ട്. അതായത് വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പൊ ഇന്നത്തെ സമൂഹത്തിന്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ന്യൂജൻ ആൾക്കാർക്ക് വായന എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ? അത് കവിതയായാലും കഥയായാലും നോവലായാലും മൊത്തത്തിൽ പരമാവധി സിനിമ കാണുക അല്ലെങ്കിൽ റീൽസ് കാണുക എന്നുള്ള രീതിയിലോട്ട് ഇന്നത്തെ ചെറുപ്പം അല്ലെങ്കിൽ യുവത്വം മാറി എന്നുള്ളത് ഒരു സത്യമാണ് അല്ലേ? ഈ വായന ഏറ്റവും കുറവ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ. ടൗൺ ഏരിയയിലൊക്കെ കുറെ വിദ്യാഭ്യാസമുള്ളവരിടത്തൊക്കെ അവിടെയൊക്കെ പുസ്തകങ്ങൾ കിട്ടാനും എളുപ്പമുണ്ട്. വാങ്ങി വായിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോഴും. പിന്നെ ഈ ഇവിടെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം സമയമില്ല. ഇവിടെ ഇപ്പോൾ ഒറ്റത്തിൽ തന്നെ ഒരു വായനശാലയുണ്ട്. കുറേ പുസ്തകങ്ങളുണ്ട് അവിടെ. പക്ഷേ ആ വായനശാലയിൽ ആകെ എടുക്കുന്ന 2 പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. 2 പേര്. ആരും വായനക്കാരില്ല. അതുകൊണ്ട് പുസ്തകങ്ങൾക്ക് ഇപ്പോൾ ചിലവുമില്ല. പുസ്തകങ്ങൾ വാങ്ങാൻ ആരുമില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടമായപ്പോൾ വായന കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് സത്യമാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് അത്യാവശ്യം 1-2 ലൈബ്രറി ഉണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ ലൈബ്രറി ഉണ്ടാവും. സ്കൂളിലെ ലൈബ്രറിയിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടാവും. പഴയ നമ്മുടെ കവികളുടെ, ചങ്ങമ്പുഴ എഴുത്തച്ഛൻ, അല്ലെങ്കിൽ ഇപ്പൊ കഥാ ഏരിയയിലോട്ട് വന്ന വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു പരിധിവരെ ഈ സ്കൂളുകളിൽ പോലും നിർബന്ധിതമായിട്ട് കുട്ടികൾ ഇത് വായിക്കണം എന്നുള്ള ഒരു നിർബന്ധമില്ല. ആ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതല്ലാണ്ട് അതിനപ്പുറത്തോട്ട് കുട്ടികൾ പോലും ചിന്തിക്കുന്നില്ല. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒക്കെ കഥകൾ അറിയത്തില്ലാത്ത കുട്ടികൾ വളരെ കുറവായിരുന്നു. ഇപ്പം ഏതെല്ലാം നമ്മൾ പുതിയ കുട്ടികളോട്, ഇപ്പൊ എൻ്റെ ഒരു ബന്ധത്തിലുള്ള 1-2 പേരെ തന്നെ ചോദിച്ചപ്പം അവര് ഇങ്ങനെ നമ്മൾ പറയുമ്പം കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് അതിനപ്പുറത്തോട്ട് ഒരു ആധികാരികമായിട്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ പറയാനുള്ളൊരു പ്രാപ്തിയില്ല. അത് അവരുടെ കുറ്റമല്ല, അവർ വളർന്നു വരുന്ന സാഹചര്യം നമ്മൾ കണ്ട സാഹചര്യമായിട്ട് ഭയങ്കര വ്യത്യാസം ഉള്ളതുകൊണ്ടാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇന്നിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യങ്ങളുടെ മാറ്റമാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിനോദം, അത് ഏറ്റവും കൂടുതൽ വായനയായിരുന്നു. നോവലോ കവിതകളൊക്കെ വായിക്കുക. അന്നൊന്നും റേഡിയോ പോലും അപൂർവമായി. ഇന്നിപ്പം ഫോണായി, TV ആയി. ഏറ്റവും അധികം ഇപ്പം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഫോണാണ്. പിന്നീട് അവന് വായനയ്ക്ക് സമയം കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാന കാരണം. നമ്മുടെ കാലഘട്ടം മാറിയപ്പോൾ, ആ സാഹചര്യങ്ങൾ മാറിയപ്പോൾ മറ്റ് വിനോദ ഏർപ്പാടുകൾ വന്നു. അപ്പോൾ പുസ്തകത്തിന് താല്പര്യം കുറഞ്ഞു, വായനയ്ക്കും ഒന്നും താല്പര്യമില്ല. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ടെക്നിക്കലി കുറെ കാര്യങ്ങൾ വളർന്നപ്പോൾ TV, മൊബൈൽ ഫോൺ, ടാബ്, പിന്നെ ഒരുമാതിരിപ്പെട്ട മാഗസിനുകൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളൊക്കെ അവരുടെ രീതിക്കും കുറെയൊക്കെ വളരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഓഡിയോ നോട്ടുകളൊക്കെ ആയിട്ട് പല പുസ്തകങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അവർ വളരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനോട് താല്പര്യമുള്ളവർ മാത്രമല്ല അതിന് ശ്രമിക്കുന്നുള്ളൂ. അതിന് താല്പര്യം ആ ഭാഷകളോ അല്ലെങ്കിൽ അതിനോടൊക്കെ താല്പര്യമുള്ളവർ അതിന് ശ്രമിക്കുന്നുണ്ട്. എഴുത്തുകാർ അല്ലെ കവികൾ അങ്ങനെ പ്രചോദകരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ചങ്ങമ്പുഴ, കുമാരനാശാൻ, അങ്ങനെ
ഉള്ള എഴുത്തുകാരെ കുറിച്ച്? പ്രചോദനം ഞാൻ ഈ പറഞ്ഞ ഈ കുഞ്ഞൻ നമ്പ്യാരും ഈ ചങ്ങമ്പുഴയൊക്കെ നമ്മളുടെ ഒരു അതെ, അതായത് ഒരു ഒറ്റ വായന ആൾക്കാർക്ക് മനസ്സിലാകുന്ന അങ്ങനെയുള്ള ലളിതമായിട്ടുള്ള എഴുത്തുകാരോടാണ് കൂടുതലും പ്രിയം അല്ലേ? പിന്നെ കുടുംബത്തെ കുറിച്ച്, മക്കൾ, മരുമക്കൾ, സഹധർമ്മിണി, എൻ്റെ കുഞ്ഞമ്മയാണ്, അവരെ കുറിച്ച് 2 വാക്ക്. സഹധർമ്മിണി പോയതോടുകൂടിയാണ് ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ വന്നപ്പോൾ ഈ രംഗത്തോട് മാറിയത്. അപ്പം ഇപ്പം എനിക്ക് മറ്റ് ജോലികളൊന്നും ചെയ്യാൻ ഉള്ള ശേഷിയില്ലല്ലോ. അപ്പം പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു പണി എന്നുള്ള രീതിയിൽ പല കവിതകളിലും എനിക്കത് ഇപ്പോൾ എനിക്ക് കുഞ്ഞമ്മയായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെ ഒരു ആഴവും പരപ്പും, കാരണം 50 വർഷത്തെ ഒരു ദാമ്പത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. 50 വർഷം പൂർത്തിയാക്കി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ സംഭവം അത് പിള്ളേർ ആഘോഷമൊക്കെ നടത്തിയായിരുന്നു. 50ാം വാർഷികം എന്നും പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം നടത്തി എഴുതിയിട്ടാണ് പോകുന്നത്. മക്കളെ കുറിച്ച്? ഏറ്റവും മൂത്ത മകനാണ് ഫെമിൻ. അവൻ്റെ ഭാര്യ ജിഷ, അവനൊരു കുട്ടിയുണ്ട് അലക്സ്. രണ്ടാമത്തേത് മകള് സിമി എന്ന് പേര്, അവളുടെ ഭർത്താവിൻ്റെ പേര് സിബി. മക്കള് ഇനാലി, ലിയാന, കാത്തു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നത്തെ മകള് സ്മിത. അവളുടെ മക്കള് 3 പേര്, അത് 3 പെൺകുട്ടികൾ. അവളുടെ ഭർത്താവിൻ്റെ പേര് ലിജു. പിന്നെ മക്കളുടെ പേര് ഷിയോണ, ഷെറോണ, ലിയോണ. അങ്ങനെ 3 മക്കൾ ആണ്. പേരക്കുട്ടികളും കുടുംബമായിട്ട് പോകുന്നു. നമ്മുടെ ഇപ്പോൾ ഉള്ള കാർഷിക മേഖല, കാർഷിക അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാർഷിക മേഖല ഇപ്പോൾ വളരെ തകർന്നു കിടക്കുന്ന അവസ്ഥ. കൃഷിസ്ഥലം ആർക്കും ഇപ്പോൾ ആവശ്യമില്ല. കൃഷിയോട് താല്പര്യം കുറഞ്ഞു. ഒന്നാമത് ജോലിക്ക് ആളിനെ കിട്ടാനില്ല. ജോലിക്ക് കിട്ടിയാൽ പോലും കൂലി വലിയ കൂലിയാണ്. അത് കൊടുത്തിട്ട് ഉൽപ്പന്നത്തിൻ്റെ വില വിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കൂലി കൊടുക്കാനേ ഉണ്ടാവും. കാർഷിക മേഖല ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കാർഷിക മേഖല തകർന്നു പോയി. അതിന് ആർക്കും താല്പര്യമില്ല. കേരളത്തിൽ അത് തീർന്നു. കേരളത്തിലെ അതിന് താല്പര്യമില്ലാത്ത അവസ്ഥയിലായി എല്ലാവരും. അല്ലാണ്ട് മലയോര മേഖല മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ കാണുന്നില്ല. നെൽകൃഷിയൊക്കെ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ അത് എടുക്കാൻ പോലും ആളില്ല. അതെല്ലാം കിടന്ന് കുരുത്ത് മുളച്ചു പോവുകയാണ്. കൃഷിക്കാരൻ്റെ ലോൺ എടുത്തൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളല്ലേ. അത് ഒന്നാമത് സർക്കാരുകൾ ശരിക്കും വേണ്ട പോലെ കർഷകനെ സഹായിക്കുന്നില്ലെന്നുള്ളതാണ്. മുന്നേയുള്ള കാലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു സാഹിത്യകാരന്മാരൊക്കെ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നരശാന്ത് എതിർത്തും അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളൊരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവണത കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ കവിതകളിൽ നല്ലൊരു ശതമാനം കൃഷിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ പരിസ്ഥിതി, കൃഷിക്കാരൻ്റെ ആവശ്യകത, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും. ഒരുപാട് കവിതകളെ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒത്തിരി കവിതകൾ. മലയോര മേഖലയെ പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വന്യമൃഗ ശല്യവും ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളുമാണല്ലോ. പിന്നെ ഈ വളർന്നു വരുന്ന സമൂഹത്തോട് ഈ ഒരു കഥ, കവിത, സാഹിത്യം മേഖലയെ കുറിച്ച് നമുക്ക് എന്താണ് ഒരു 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്? വളർന്നു വരുന്ന സമൂഹം തന്നെ ഇപ്പം ധാരാളം എഴുത്തുകാർ പുതുതായിട്ടുണ്ടാവുന്നു. നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബും ഇങ്ങനെയൊക്കെയുള്ള ചാനലുകൾ വാസ്തവം പറഞ്ഞാൽ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർക്കൊരു അവസരങ്ങൾ കിട്ടുന്നു. അപ്പം ഞാനൊക്കെ ഇപ്പം ഇതിലല്ലെങ്കിൽ എന്നെ ആരും അറിയില്ല. ഞാനിപ്പോൾ എവിടെയാ പുസ്തകം അടിച്ചിറക്കാമെന്ന് പറഞ്ഞ് നടക്കുള്ള കാര്യമില്ല. പുസ്തകം ഇറക്കിയാൽ അതാരും വായിക്കണമെന്നില്ല. അത് ഇന്നിപ്പം പുസ്തകങ്ങൾ ചിലവില്ല, വിൽപ്പന ലക്ഷങ്ങളാണ്. അപ്പോൾ ഇതിൽ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന അതുകൊണ്ടാണ് പലരും എഴുത്ത് തുടർന്ന് പോകുന്നത്. പിന്നെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരുടെ പിന്നെ അവരുടെ ചോദിച്ച് വായിക്കുന്നവരുണ്ടാകാം. അപ്പോൾ സാധാരണ ഒരു പുതുതായിട്ട് വരുന്ന എഴുത്തുകാർക്കൊക്കെ ഒരു ആശ്രയം ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ. പാർട്ടിയിലലഞ്ഞു നടന്നവനൊരുവൻ പാർട്ടിയിലെത്തിപ്പെട്ടു. ഏറെക്കാലം കഴിയാതവനൊരു നേതാവായി വളർന്നു. വോട്ടു പിടിക്കാൻ നാട്ടിലിറങ്ങി കോപ്രായങ്ങൾ കാട്ടി. പള്ളിക്കൂടം കാണാത്തവനൊരു തൊള്ള തുറന്നു നടന്നു.
കൊച്ചമ്മയെ താണു വണങ്ങി കൊച്ചിനെ വാങ്ങി തോളിലതേറ്റി കുട്ടികളോടും പുഞ്ചിരി തൂകി പട്ടണമതിലൂടോടി നടന്നു. തമ്മിൽ തല്ലി നടന്നവനിന്ന് MLA-യും മന്ത്രിയുമായി. മാർക്കുകൾ വാങ്ങി ജയിച്ചവനൊരുവൻ മാർഗം തേടി അലഞ്ഞു ഭൂവിൽ.